പല വീടുകളിലും അവരുടെ തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അവർക്കറിയില്ല. പല വീട്ടുകാർക്കും അറിയില്ല. ഇത്രയും വീഡിയോകളും പ്രോഗ്രാംസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പലർക്കും അറിയില്ല. പല വീടുകളിലും ചെന്ന് നോക്കുമ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നൊരു ഭാഗമില്ല. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കുറ്റി അടിച്ചിട്ട് അവിടെ നിന്നും കിഴക്കോട്ടും അവിടെ നിന്നും വടക്കോട്ടും ചരട് പിടിച്ചിട്ട് ഇതിൻ്റെ കണപ്പറക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് വീടിന് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലേക്ക് അതിൻ്റെ ഒരു കണക്കിലേക്ക് കൊണ്ടുവരുന്ന രീതിയുണ്ട്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മളൊരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സൗത്തിലേക്കോ അവിടെ നിന്ന് വെസ്റ്റിലേക്കോ പിന്നെ പണിയെടുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പണി എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. പല വീട്ടിലും കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിച്ചൺ വെച്ചിട്ട് അതിൻ്റെ ബേക്കിലായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുക്കും. സ്വാഭാവികമായും വർക്ക് ഏരിയ ഈ ലൈനിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടാവും, പടിഞ്ഞാറിലേക്ക് ചാടിയിട്ടുണ്ടാവും. പടിഞ്ഞാറിലേക്ക് ചാടുമ്പോൾ കന്നിമൂല നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം അപ്പോൾ അവർ പറയും, സാറേ കന്നിമൂല ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്തു. എവിടെ ചെയ്തു? വടക്ക് പടിഞ്ഞാറ് ചെയ്തു. വടക്ക് പടിഞ്ഞാറ് നിങ്ങൾ ഒരു നിർമ്മിതി പുറത്തേക്ക് ഇറക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് കന്നിമൂല നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കന്നിമൂല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടാകുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ് ഷുയിൽ പറയുന്നു.